എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ CU. ഇപ്പോൾ കേൾക്കാം മലപ്പുറം ജില്ലയിലെ എൻ്റെ കേരളം പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടറിയാം. നമസ്കാരം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാർ വികസന മുന്നേറ്റത്തിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വർഷത്തിന്റെ ആഘോഷത്തിലാണ് ഇപ്പോൾ കോട്ടക്കുന്ന് മൈതാനം വേദിയാകുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യ കേരളം പ്രദർശന വിപണന കാർഷിക ഭക്ഷ്യമേള ഇന്ന് ആരംഭിച്ച് മെയ് 13 വരെ ഈ മൈതാനത്ത് നിലനിൽക്കും, അല്ലെങ്കിൽ നടക്കുന്നതാണ്. നമുക്ക് കാണാം ശീതീകരിച്ച പവലിയനിൽ ഒരു കുടക്കീഴിൽ വികസന മാതൃകകളുടെ കേരളത്തിൻ്റെ നേർക്കാഴ്ചകൾ, കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റങ്ങളുടെ അടയാളപ്പെടുത്തുന്ന ഇന്ത്യ കേരളം എക്സിബിഷൻ, 150-ലധികം സർക്കാർ വകുപ്പുകളുടെ തീം സ്റ്റോളുകൾ, വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും 60-ലധികം വിപണന സ്റ്റാളുകൾ, കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കാർഷിക മേഖല, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം വകുപ്പിന്റെ അനുഭവങ്ങൾ പുനഃഷ്കരിച്ചുകൊണ്ടുള്ള ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, PRDയുടെ ഇന്ത്യ കേരളം 1ാമത് ചിത്രീകരണം. മാറുന്ന കേരളം ഇതാ നമ്മുടെ കൺമുന്നിൽ തെളിയുന്നു. സാങ്കേതിക മുന്നേറ്റത്തിന്റെ പുതിയ ഗാഥകൾ തെളിയുന്നു. കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ. 7 ദിവസങ്ങളിലായിട്ടാണ് വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ സെമിനാറുകൾ സംഘടിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾ അണിനിരക്കുന്നു. നാം ഏവരും കാത്തിരുന്ന ഏറ്റവും മനോഹരമായ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞ ഒരു ദിവസത്തിലാണ് നാം ഏവരും ഇന്ന് നിൽക്കുന്നത്. നവകേരളത്തിൻ്റെ പുതുവഴിയിൽ വെട്ടി മുന്നേറുന്ന 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായ ഇന്ത്യ കേരളം മെഗാ പ്രദർശന വിപണന കാർഷിക ഭക്ഷ്യമേളയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു നല്ല കൈഡിയും കൂടെ പ്രതീക്ഷിക്കുകയാണ്. കർമ്മധീരതയുടെ കരുത്തറ്റ കൈകളിൽ വികസന മുന്നേറ്റത്തിൻ്റെ 9 വർഷങ്ങളും അടയാളപ്പെടുത്തുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനമാണ് കോട്ടക്കുന്ന് വേദിയിൽ നടക്കുന്നത്. തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് മലപ്പുറത്തിൻ്റെ ബഹുമാന്യനായ കളക്ടറും ഇന്ത്യ കേരളം സംഘാടന സമിതിയുടെ ജനറൽ കൺവീനറുമായ ശ്രീ VR വിനോദ് IAS ആണ്. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ VR വിനോദ് സാറിനെ നിറഞ്ഞ കയ്യടികളോടെ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം എൻ്റെ കേരളം എന്ന വിപണന ഭക്ഷ്യ കലാമേള ഇന്നു മുതൽ മെയ് 13 വരെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് വിജയങ്ങൾ, അതോടൊപ്പം ജനപ്രതിനിധികളും ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച ഒരുപാട് നേട്ടങ്ങൾ മറ്റുള്ളവർക്കും ജനങ്ങൾക്കും കാണിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വികസന പ്രവർത്തനങ്ങളിൽ ഓരോ ജനങ്ങളെയും അടുത്തു നിർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെൻറ് പദ്ധതികൾ തീർച്ചയായും എല്ലാത്തരം ജനങ്ങളിലേക്കും വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം നേട്ടങ്ങൾക്ക് ഒരുപാട് ജനപ്രതിനിധികളുടെ, ഉദ്യോഗസ്ഥരുടെ, ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇത്തരം വലിയൊരു വിജയം നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ ഈ വിജയത്തിൽ നിന്നും
കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം കൂടി ഉൾപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്നതിന് വേണ്ടി ഈ നമ്മൾ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളും പോരായ്മകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് കൂടുതൽ ഊർജ്ജസ്വതയോടെ പോകുന്നതിന് ഇത്തരം ആഘോഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രദർശനമേളയിൽ 90 വകുപ്പുകളുടെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് സംസ്ഥാന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൂടി ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മേളയ്ക്ക് വേണ്ടി 2 AC ഹാങ്ങറുകളും 1 നോൺ AC ഹാങ്ങറും പ്രദർശനത്തിന് സജ്ജമായിട്ടുണ്ട്. 45,192 സ്ക്വയർ ഫീറ്റ് AC പന്തലും 24,000 സ്ക്വയർ ഫീറ്റ് നോൺ AC ഏരിയയും ഉൾക്കൊള്ളുന്നതാണ് എക്സിബിഷൻ നഗരി. ഇതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് കിഫ്ബിയാണ്. 90ഓളം സർക്കാർ വകുപ്പുകളുടെ 150 തീം സ്റ്റാളുകൾ ഈ പ്രദർശനമേളയുടെ ഭാഗമായിട്ടുണ്ട്. 60 വിപണന സ്റ്റാളുകളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളയും ഈ മേളയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കേരളം ഒന്നാമത് എന്ന പ്രദർശന പവലിയൻ PRD ആണ് ഒരുക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രദർശന പവലിയൻ. ടൂറിസം പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള പവലിയനും പ്രത്യേക പ്രദർശന പവലിയനാണ്. അതോടൊപ്പം കിഫ്ബിയുടെ പവലിയനുണ്ട്. കൃഷി വകുപ്പിൻ്റെ കാർഷിക മേള 3000 സ്ക്വയർ ഫീറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. കായിക വകുപ്പിൻ്റെ സ്പോർട്സ് സോൺ ഒരു ആകർഷക കേന്ദ്രമാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ടെക്നോ ഡെമോ ഏരിയ ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായുണ്ട്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരു മിനി തിയേറ്റർ ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ ശ്വാന പ്രദർശനം, PRDയുടെ പുസ്തകമേള തുടങ്ങിയ വിവിധ പവലിയനുകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേളയോടനുബന്ധിച്ച് 7 ദിവസങ്ങളായി 9 വകുപ്പുകളുടെ 13 സെമിനാറുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ വനിതകൾക്കായുള്ള ഊർജ്ജ സംരക്ഷണ ശില്പശാല, വ്യവസായ വകുപ്പിൻ്റെ ബാങ്കേഴ്സ് മീറ്റ്, പിന്നോക്ക വികസന വകുപ്പിൻ്റെ കരിയർ ഗൈഡൻസ്, എക്സൈസ് വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ ഇവിടെ നടക്കുന്നു. ഇതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ ഈ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഈ മേളയോടനുബന്ധിച്ച് കോട്ടക്കുന്നിലേക്കുള്ള പ്രവേശന ടിക്കറ്റും എല്ലാം സൗജന്യമാക്കാൻ വേണ്ടി DTPC തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ മേളയോടനുബന്ധിച്ച് തന്നെ മെയ് 12-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലാതല പരിപാടി മലപ്പുറം റോസ് ലോഞ്ചിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ മേളയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA പൊന്നാനി MLA ശ്രീ നന്ദകുമാർ സാറാണ്. അദ്ദേഹം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നടന്നിട്ടുള്ള നേതൃത്വം, മാർഗനിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. വളരെ ബഹുമാനപുരസ്സരം P. നന്ദകുമാർ MLA ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ സാറാണ്. അദ്ദേഹത്തിന് മറ്റ് ഔദ്യോഗിക തിരക്കുള്ളത് കൊണ്ട് നേരിട്ട് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഓൺലൈനായിട്ടാണ് അദ്ദേഹം ഈ പ്രദർശനമേള ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ജില്ലയുടെ വികസനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. വളരെ ബഹുമാനപുരസ്സരം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പോലീസ് മേധാവി ശ്രീ R. വിശ്വനാഥ് IPS ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലീസ് വകുപ്പും ഈ മേള സംഘടിപ്പിക്കുന്നതിലും പോലീസ് വകുപ്പ് നൽകുന്ന പിന്തുണ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ADM ശ്രീ NM മെഹ്റലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ശ്രീ VP അനിൽ CPIM ജില്ലാ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ശ്രീ PK കൃഷ്ണദാസ് CPI ജില്ലാ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ KP രാമനാഥൻ NCP ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ശ്രീ സമദ് തയ്യൽ INL ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ജോസ് വർഗീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ശ്രീ സഭാ പുൽപ്പറ്റ LJD ജില്ലാ പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. PH ഫൈസൽ RSP ജില്ലാ സെക്രട്ടറി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേശ് ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് ഈ ചടങ്ങിൻ്റെ സംഘാടനത്തിൽ വളരെ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ, കിഫ്ബിയുടെ പ്രവർത്തകർ, സ്റ്റാൾ സംഘടിപ്പിക്കുന്ന വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ജീവനക്കാർ, മറ്റ് പൊതുജനങ്ങൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ. ഈ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് തീരദേശ വികസനത്തിന് വൻ കുതിപ്പ് നൽകാൻ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ജനകീയനായ ജനപ്രതിനിധിയാണ്. പൊന്നാനിയെ മികച്ച തുറമുഖമാക്കി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ പദ്ധതികൾക്ക് രൂപം നൽകുന്ന MLA ശ്രീ P നന്ദകുമാറിനെ ഏറെ സ്നേഹപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഒരു നിറഞ്ഞ കൈയടി അദ്ദേഹത്തിന് സമ്മാനിക്കാം. സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട കലക്ടർ, നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ V അബ്ദുറഹ്മാൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാർ, പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവോടുകൂടിയിട്ടുള്ള പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ കേരളത്തിൽ പൂർത്തീകരിക്കേണ്ട അടിയന്തര പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപരേഖ തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ 4ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ അത് എത്രത്തോളം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്തൊക്കെ പൂർത്തീകരണങ്ങൾ അടിയന്തരമായി നടത്തേണ്ടത്, അതിന് പുറമെ ഭാവിയിൽ ചെയ്യേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഉദ്ദേശം. നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ പ്രദർശന പരിപാടി കേവലം സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു പരിപാടിയല്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേട്ടങ്ങളും അതാത് വകുപ്പുകാർ അവർ സ്റ്റാളിൽ കൂടിയും ഇൻഫർമേഷൻ വകുപ്പ് പൊതുവെയും ഇവിടെ അവതരിപ്പിക്കും. അതിന് പുറമെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും വ്യത്യസ്തങ്ങളായ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ ജില്ല പ്രത്യേകിച്ചും മുന്നോട്ട് പോകേണ്ട കാഴ്ചപ്പാട് കൂടി ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ചർച്ചകളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക്, ഈ വാർഷിക പരിപാടികൾ രൂപം നൽകുമ്പോൾ 4 കാര്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എൻ്റെ കേരളം എന്ന പ്രദർശന വിപണന പരിപാടി. രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ജില്ലാതലത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളെ പങ്കെടുപ്പിച്ച് നമ്മുടെ ജില്ലയ്ക്കകത്ത് ഇനി മുന്നോട്ട് പോകേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം കൂടിയും കേട്ട് ഉള്ള കുറവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് അടുത്ത പദ്ധതികൾക്ക് രൂപം നൽകുക എന്ന ഉദ്ദേശത്തോടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു പരിപാടിക്ക് ഒരു മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. അതിവിടെ 12-ാം തീയതി നടക്കും.
അതിന് പുറമെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി മേഖല അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഈ മേഖലയ്ക്കകത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പാലക്കാട്ട് വിളിച്ച് അടിയന്തരമായി പൂർത്തീകരിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് അതിൻ്റെ കുറവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എല്ലാ മേഖലകളിലും അതിൻ്റെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതിൻ്റെ യോഗം നടക്കാൻ പോവുകയാണ്. പുറമെ വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗവും നടക്കും. ഇങ്ങനെ 4 പരിപാടികളാണ് ഈ വാർഷിക പരിപാടിയുമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വ്യക്തമായൊരു വിഷനോടുകൂടി കാഴ്ചപ്പാടോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ഇടപെടാൻ സർക്കാരിന് കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കലക്ടർ സൂചിപ്പിച്ചു, ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ടാണ്. നമുക്ക് കഴിഞ്ഞ കാലത്ത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ തന്നെ നമുക്കറിയാം. വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നമ്മളെ കണക്കാക്കിയിരുന്നത്. എന്നാൽ നമ്മൾ മുന്നോട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ആ സാധ്യതകളൊക്കെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റെടുത്ത പദ്ധതികളുടെ പൂർത്തീകരണം നമുക്ക് നടത്താനായിട്ടുണ്ട്. നമുക്കുള്ള സാധ്യതകളൊക്കെ തന്നെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ജില്ലയായി ഈ ജില്ലയെ നമുക്ക് മാറ്റാൻ കഴിയണം. അതിൻ്റെ ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വികസന മേഖലയ്ക്കകത്തുള്ള ഒരു പ്രവർത്തനത്തിനും കുറവ് വരുത്തിയ സർക്കാർ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ NHന്റെ കാര്യത്തിലായാലും മലയോര റോഡുകളുടെ കാര്യത്തിലായാലും തീരദേശ ഹൈവേയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലായാലും വൻകിട വികസന പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാവസായിക മേഖലയ്ക്കകത്ത് നല്ല കുതിപ്പാണ് കേരളത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ SCGPയിലെ വരുമാനത്തിലെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലേക്ക് നേട്ടമുണ്ടാക്കുന്ന പല വൻകിട പദ്ധതികളും ആസന്ന ഭാവിയിൽ തന്നെ കേരളത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട തോതിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയ്ക്കകത്തായാലും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തായാലും ഒരുപാട് ഉണർവുള്ള പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനമാണ് ആരോഗ്യ മേഖലയ്ക്കകത്ത് 4.5% ആണ് ഇപ്പോൾ SCGP ചെലവാക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ 1.84 ആണ് ഇന്ത്യ ഗവൺമെൻറ് ബഡ്ജറ്റിനകത്തെങ്കിൽ 4.8% ആരോഗ്യ മേഖല സംസ്ഥാനത്ത് ചെലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം. വലിയ തോതിൽ സാധാരണക്കാരനെ സഹായിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത്, സേവന മേഖലയ്ക്കകത്തും ഒരുപാട് പദ്ധതികൾ നമ്മുടെ സ്വപ്ന പദ്ധതികളായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള ശക്തിയും കരുത്തും നമുക്കേവർക്കും പകരുക എന്ന ഉദ്ദേശം കൂടി ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. നമ്മുടെ ജില്ല കേരളത്തിലെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ജില്ലയാക്കി മാറ്റാൻ കഴിയും തോതിലേക്കുള്ള ഇടപെടൽ നമുക്ക് കൂട്ടായി നടത്താൻ കഴിയണം. കഴിഞ്ഞ കാലത്തിൽ ഇവിടെ ജനങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും ആർജിച്ചുകൊണ്ട് തന്നെ അതിന് കഴിയും എന്ന വിശ്വാസത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാനാണ് ഓൺലൈനായി ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത വികസനത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗമായി സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ജനകീയ നേതാവാണ് ശ്രീ വി അബ്ദുറഹിമാൻ.
മുമ്പെങ്ങുമില്ലാത്ത വിധം മലപ്പുറം ജില്ലയിലുണ്ടായ ഈ കഴിഞ്ഞ 4 വർഷത്തെ വികസന കുതിപ്പ്, അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന മലപ്പുറത്തിൻ്റെ സ്വന്തം മന്ത്രി, കേരളത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിയെ മേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം നമുക്ക് ക്ഷണിക്കാം. അത് അദ്ദേഹം വീഡിയോ ആയിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വീഡിയോയിലേക്ക്. സഹോദരി സഹോദരന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 9 വർഷം പൂർത്തീകരിക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സംസ്ഥാനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ നിരവധി കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു തീർക്കാനും ഈ ക്യാബിനറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. 9ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എൻ്റെ കേരളം പദ്ധതി പ്രകാരമുള്ള എക്സിബിഷനുകളും സെമിനാറുകൾ, പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന വിധങ്ങളായുള്ള പരിപാടികൾ നടക്കുക. മലപ്പുറം ജില്ലയിൽ ഇന്ന് ആരംഭിക്കുന്ന 9ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA-മാർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, പ്രിയ സുഹൃത്തുക്കൾ, ചരിത്രപരവും സാംസ്കാരികപരവുമായ സവിശേഷതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഒരു രാജ്യം എങ്ങനെയാണോ അതിൻ്റെ വികസന മാതൃക ചിട്ടപ്പെടുത്തുന്നതെന്ന് യുണൈറ്റഡ് നേഷൻസ് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 17 സസ്റ്റൈനബിൾ ഗോൾസാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ പറയുന്നത്. ലോകത്തെ രാജ്യങ്ങൾ എങ്ങനെയാണ് വികസന കുതിപ്പിലേക്ക് പോകേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ രേഖയാണ് ഈ 17 കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ കേരളം ഈ രീതി താരതമ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഏറെ മുന്നിലാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സമ്പൂർണ്ണ സാക്ഷരത, ഉയർന്ന ജീവിത നിലവാരം, പൊതുജന ആരോഗ്യത്തിൽ ഏറ്റവും മികവ്, ആയുർദൈർഘ്യം, മാതൃ ശിശു മരണനിരക്ക് ഇതിലെ കുറവ്, ക്ഷേമ പദ്ധതികൾ, ലിംഗ സമത്വത്തിലെ മുന്നേറ്റം, അധികാര വികേന്ദ്രീകരണം, ആസൂത്രണത്തിലെ ജനപങ്കാളിത്തം എന്നിങ്ങനെ നിരവധി നേട്ടങ്ങൾ നമ്മുടേതായിട്ടുണ്ട്. ഇതിന് എല്ലാം അപ്പുറം ഭേദചിന്തകളില്ലാത്ത സമൂഹം, മതനിരപേക്ഷത, വർഗീയ കലാപങ്ങളില്ലാത്ത അന്തരീക്ഷം എന്നിവയും നമ്മുടെ നാടിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. 2016 ഏറ്റവും ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുമ്പോൾ നമ്മുടെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യം എന്ന വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായത്.
ദേശീയപാത അതോറിറ്റിയും ഗെയിലുമെല്ലാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മതിയാക്കി തിരിച്ചുപോയൊരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട നൈരാശ്യം അതിനെ മറികടക്കാനുള്ള നടപടികളാണ് ഈ സർക്കാർ കൈക്കൊണ്ടത്. കേരളത്തിൽ ഒരു കാരണവശാലും ഒന്നും നടക്കുകയില്ല എന്ന് എല്ലാവരും പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു പദ്ധതികളും നടപ്പിൽ വരാൻ കഴിയില്ല എന്നൊരു പൊതുജന അഭിപ്രായമുണ്ടായി. എന്നാൽ 2016 ശേഷം നമ്മുടെ ശക്തമായുള്ള പരിശ്രമങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഏറ്റവും കൂട്ടായി നിന്ന് പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന മാതൃകകളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയ പാത വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, പുതുവൈപ്പിൻ LPG ടെർമിനൽ എന്നിവ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഈ സംവിധാനം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടത്തിയ നമ്മുടെ ഈ പരിശ്രമങ്ങൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായി എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ന് പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ട നടപടികൾ ലോകത്തിലെ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, താഴെത്തട്ടിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി. എല്ലാ സമയത്തും ഡോക്ടർമാരെ ലഭ്യമാകുന്ന രീതിയിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറി. സബ് സെൻ്ററുകളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എല്ലാം ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുടങ്ങിക്കിടന്ന എല്ലാ വികസന പദ്ധതികളെയും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ജലാശയങ്ങൾ, കൃഷിയിടങ്ങൾ അതൊക്കെ തന്നെ വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. ഹെക്ടർ കണക്കിന് ഭൂമിയാണ് പുതുതായി കൃഷി ആരംഭിച്ചത്. ഇതിൻ്റെയൊക്കെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്. ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത്. പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി വിരലിൽ എണ്ണാവുന്ന 4 or 5 കാര്യങ്ങളാണ് പ്രകടന പത്രിക പ്രകാരം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. ഇതിൽ പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് ഓരോ വർഷവും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നുള്ള മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് വികസന കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. 1000-ഓളം സേവനങ്ങൾ ഓൺലൈനായി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സേവനങ്ങൾ നൽകുന്നതിന് സ്മാർട്ട് പോർട്ടൽ അതിന് രൂപം നൽകുകയും ഈ ഓഫീസ് സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. PSCയിലൂടെ 2.25 ലക്ഷത്തിലധികം നിയമനങ്ങൾ നടത്തി 30,000-ഓളം വരുന്ന തസ്തികൾ സൃഷ്ടിച്ച് അവിടങ്ങളിലും പുതിയ നിയമനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത്
ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഓർക്കുന്നത്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് അത്ഭുതമായിട്ടല്ല നമ്മൾ കാണുന്നത്. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഈ സർക്കാർ അതിനെ കാണുന്നത്. ഇവിടെ കേരളം ഇതേവരെ കൈവരിച്ച നേട്ടങ്ങൾ അടിസ്ഥാനപ്പെടുത്തി 4ാം വ്യാവസായിക വിപ്ലവത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ധാരാളം കമ്പനികൾ കേരളത്തിലെത്തി. വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാനും ഇതിലൂടെ നമുക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന വ്യവസായ സംരംഭകരുടെ ഉച്ചകോടിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ഫണ്ടാണ് നമുക്ക് ലഭ്യമായത്. കോടിക്കണക്കിന് രൂപയുടെ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കമ്പനി ഉടമകൾ തയ്യാറായിട്ടുണ്ട്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമായി നമ്മൾ കാണുന്നു. കേരളത്തിൽ ഇത്തരത്തിലൊരു വ്യവസായിക സംരംഭക പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞത് നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ ഗവൺമെൻറ്റും ആശ്വസിക്കാൻ കഴിയുന്നതാണ്. കേരളം ഇതേവരെ കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മെഷീൻ ലേണിങ്ങിനും എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാണ്. 2050 ലോകത്തുണ്ടാകുന്ന 75% തൊഴിലാളികളും STEM അഥവാ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിൽ നിന്നാകും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യത്തെ ജെൻ IA കോൺക്ലേവിന് കേരളം വേദിയായത് അതുകൊണ്ടാണ്. അന്തർദേശീയ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കേരളത്തിൽ നടക്കുകയുണ്ടായി. 2025 ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്ന എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. വ്യാവസായിക സൂചികയിൽ ടോപ്പ് അച്ചീവർ പദവി കേരളം നേടിയെടുത്തു. അത് രാജ്യത്ത് തന്നെ ഈ സംസ്ഥാനം ഒന്നാമതായി എന്നുള്ളത് നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും ആഹ്ലാദം പകരുന്ന ഒന്നായിട്ടുണ്ട്. ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്തായിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 92,000 കോടി രൂപയുടെ നിക്ഷേപമാണ് എത്തിയത്. ഏകദേശം നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം അനുസരിച്ച് ഇനിയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനടിസ്ഥാനപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഇന്ന് ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ധാരാളം പദ്ധതികൾ നമ്മൾ നടത്തുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ സംരംഭക പദ്ധതിയെ വികസിപ്പിക്കാനും വ്യവസായ മേഖലയിൽ ബെസ്റ്റ് പ്രാക്ടീസായി വിലയിരുത്താവുന്ന കാര്യങ്ങളാണ്. ഇതിലൂടെ ഇതേവരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ 22,000 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപങ്ങൾ ഇവിടെ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മേഖലയിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പുതുതായി ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിലൂടെ 62,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 8.25 വർഷം കൊണ്ട് നമ്മുടെ IT കയറ്റുമതി 34,000 കോടി രൂപയായി. അതിൽ നിന്നും ഇന്ന് 90,000 കോടി രൂപയായി ഈ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുകയാണ്. ഈ പൂർത്തീകരണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ദേശീയപാത വികസനം പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.
ഇനിയും ധാരാളം പദ്ധതികൾ ഈ മേഖലയിൽ നടക്കുന്നു. അത്തരം പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഇടവൻ കൊച്ചി പാറ ഹൈവേ പൂർത്തിയാക്കി കാസർഗോഡ് ബേക്കലിലെയും തിരുവനന്തപുരത്തെയും കോവളത്തെയും ബന്ധിപ്പിക്കുന്ന ഏകദേശം 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള വെസ്റ്റ് കോസ്റ്റ് കനാൽ അതിൻ്റെ നിർമ്മാണം ഏകദേശം പകുതിയിലധികം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജലപാതയുടെ ഇരുവശങ്ങളിലായി സാമ്പത്തിക വികസന സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 300 കോടി രൂപയാണ് ഇതിന് മാത്രമായി ഈ ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുള്ളത്. ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ എയർ സ്ട്രിപ്പുകൾ സ്ഥാപിക്കാനുള്ള DPR തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഗവൺമെൻറ് എന്നുള്ളത്. ഏകദേശം 125 കോടി രൂപയാണ് ഇതിനായിട്ടുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായ രംഗത്ത് നാം നടത്തുന്ന സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിക. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി പാലക്കാട്ട് 1710 ഏക്കർ ഭൂമി 3806 കോടി രൂപ ചെലവിൽ നമ്മൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഈ വ്യവസായ സിറ്റി വിഭാവനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം, മെഡിക്കൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഗവേഷണം എന്നിവയുടെ കേന്ദ്രമായി കേരളത്തെ മാറ്റാൻ കഴിയുന്ന കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം യാഥാർത്ഥ്യമാവുകയാണ്. തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്കിൽ ന്യൂട്രോളിക്കൽ സംവിധാനങ്ങൾക്കുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മികവിൻ്റെ ഒരു കേന്ദ്രമായി ഈ ന്യൂട്രോ ഫാർമസ്യൂട്ടിക്കലിനെ മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈദ്യുതി വാഹനങ്ങളിലെ ഘടകങ്ങളുടെ വികസനത്തിനും നിർമ്മാണത്തിനുമായി ഒരു EV കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി 25 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ വികസിപ്പിച്ചത്. എയറോസ്പേസ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രധാന കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിന് കേരള സ്പേസ് പാർക്ക് ആരംഭിക്കാനുള്ള നടപടിയും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മുന്നേറ്റങ്ങളുടെയും വ്യവസായ മേഖലയിൽ വളർച്ചയ്ക്കായും ഉപയോഗിക്കാൻ കഴിയുന്ന 4 സയൻസ് പാർക്കുകൾ നമ്മളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു. റിന്യൂവബിൾ എനർജി, നെറ്റ് സീറോ എമിനേഷൻ, നാനോ ടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജീനോമിക് സ്റ്റഡീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ സയൻസസ്, മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നിങ്ങനെ നിരവധി നൂതനമായ പദ്ധതികൾ ഈ വ്യവസായ മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ക്ഷേമ മേഖലയിലും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാനായി പ്രതിവർഷം 11,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി 2011 മുതൽ 2014 വരെ ചെലവഴിച്ചത് 9,000 കോടി രൂപയാണ്. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 72,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നതും നമ്മൾ ലക്ഷ്യം വെക്കുന്നതും കേരളത്തിലെ വയോജനങ്ങളായിട്ടുള്ള എല്ലാവർക്കും അവർക്ക് ആവശ്യമായ തുക അവർക്ക് ഭക്ഷണത്തിനായാലും മറ്റാവശ്യങ്ങൾക്കായാലും ഒക്കെ ലഭ്യമാക്കണം എന്ന് തന്നെയാണ്. ഭവനരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള ലൈഫ് പദ്ധതി മുഖേന നമ്മൾ ഏകദേശം 2016 ശേഷം 4,03,811 വീടുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇവയിൽ 1,41,000-ത്തിലധികം വീടുകളുടെ പണി ഇപ്പോൾ നടന്നു വരികയാണ്. മത്സ്യത്തൊഴിലാളികളെ ആയിട്ടുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പുനർഗേഹം പദ്ധതി പ്രകാരം 2003 വീടുകൾ ഇപ്പോൾ നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം
ലൈഫ് മിഷൻ വഴി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് 50,830 വീടുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പട്ടികവർഗ വിഭാഗക്കാർക്ക് 19,739 വീടുകൾ പണി പൂർത്തീകരിച്ച് അവർക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പൊതുയിടങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭിന്നശേഷിക്കാർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ചേർത്ത് നിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അവരുടെ ക്ഷേമകാര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറും. പട്ടിണിക്കാരില്ലാത്ത ഭവനമില്ലാത്തവർ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുത്താൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നല്ല രീതിയിൽ ഇടപെടാൻ, വിപണികളിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 14,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി ഈ ഗവൺമെൻറ് ചെലവഴിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കണ്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം പറയുന്നത്. നാക് റാങ്കിങ്ങിൽ MG കേരള യൂണിവേഴ്സിറ്റികൾ A+ ഗ്രേഡും കാലിക്കറ്റ്, കുസാറ്റ്, കാലടി സർവകലാശാലകൾക്ക് A+ ഗ്രേഡും ലഭിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന യൂണിവേഴ്സിറ്റികളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാറി. ഭദ്രമായ ക്രമസമാധാന പാലനം, വർഗീയ കലാപങ്ങളില്ലാത്ത സമാധാനപൂർവമായ സാമൂഹിക ജീവിതം അത് ഉറപ്പാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. കുറ്റാന്വേഷണ മികവിൽ രാജ്യത്ത് തന്നെ മാതൃകയായ നമ്മുടെ പോലീസ് സേന അഴിമതിരഹിതമായി നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. പോലീസ് സേനയെ ആധുനികവൽക്കരിച്ചും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ കേരള പോലീസ് പ്രശംസാർഹമായ മികവാണ് പ്രകടമാക്കുന്നത്. നേട്ടങ്ങൾ പലതും കൈവരിച്ചെങ്കിലും ഇനിയും പല മേഖലകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഉത്തമ ബോധ്യത്തോടുകൂടി നവകേരള നിർമ്മിതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ഇനിയും നടത്തേണ്ടതുണ്ട്. വ്യവസായ വികസനം ത്വരിതപ്പെടുത്തുക, കാർഷിക നവീകരണം സാധ്യമാക്കുക, തദ്ദേശീയമായ തൊഴിൽ സൃഷ്ടിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, ജീവിതശൈലി രോഗങ്ങൾ തടയുക, അതിവേഗ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങി ലക്ഷ്യങ്ങൾക്കായി ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭരണത്തുടർച്ച 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ വികസനത്തിൻ്റെ പുതിയ കുതിപ്പുകൾ കടക്കുകയാണ്. കേരളം ഇപ്പോൾ ആ ലക്ഷ്യത്തിൽ ഏറെ മുന്നിലായിട്ടുണ്ട്. ഇനിയും നവകേരള സൃഷ്ടിക്കായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരള വികസനം രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ അവസരത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ 9ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്. ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും ജനപങ്കാളിത്തത്തോടു കൂടി ഇടപെടാൻ, ജനപങ്കാളിത്ത വികസന ബഹുമുഖ വികസന പദ്ധതികൾ നടപ്പിലാക്കാനും നിങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ മലപ്പുറം ജില്ലയിൽ നടത്തുന്ന എൻ്റെ കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ സി യു.